ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ യുവജന സുഹൃത്തുക്കളെ, നാം എല്ലാവരും നോമ്പ് കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധിയുടെയും എളിമപ്പെടലിന്റെയും ഒരു അവസരമായാണ് തിരുസഭ നമുക്ക് ഈ നോമ്പുകാലം നൽകിയിരിക്കുന്നത്. നോമ്പിന്റെ 18-ാം ദിവസമായ ഇന്നത്തെ ദിവസം തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ വചനത്തിൽ ഈശോ നമ്മോട് പറയുന്നു, നാം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് സത്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുവാൻ. അങ്ങനെ ചെയ്താൽ നാം കപട നാട്യക്കാരെ പോലെയാണ് എന്നുള്ളത്. എന്താണ് ഈ സത്കർമ്മങ്ങൾ? ദിവസേന അനുദിന വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതും കുരിശിന്റെ വഴിയിൽ ഭാഗമാകുന്നതും നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകൾ ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ഇതെല്ലാം സത്കർമ്മങ്ങളാണ്. ഇതെല്ലാം ചെയ്യുന്നതിന് അതിൻ്റെതായ ധാരാളം അനുഗ്രഹങ്ങളും കൃപയും നമുക്ക് ഈശോ തരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അർത്ഥം മാറുന്നത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് കാണുന്നത് ഈശോ തന്നെയാണ്, ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ മുന്നിലാണ് നമ്മൾ അതിന് നീതി കൊടുക്കേണ്ടത്, അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നു. ഈശോ പറയുന്നത് പോലെ നാമും ഈ കപട നാട്യക്കാരെ പോലെ ആകുന്നു. നമ്മുടെ നോമ്പ് നമ്മളെ കുറെ കൂടെ എളിമപ്പെടുത്തുന്നതിനും കുറെ കൂടെ ഈശോയിലേക്ക് അടുക്കുന്നതിനും കുറെ കൂടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഉപകരിക്കട്ടെ. നാം ദൈവത്തിന് മുന്നിലായിരിക്കണം നമുക്ക് കണക്ക് കൊടുക്കാനുള്ളത്. മറ്റുള്ളവരെ ആരും നോക്കണ്ട. എന്റെ പ്രവൃത്തികൾ ഈശോയുടെ മുന്നിൽ മാത്രം ആയിരിക്കട്ടെ. ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് എന്ത് സൽക്കർമ്മങ്ങളാണെങ്കിലും അത് ദൈവത്തിന് വേണ്ടി മാത്രമായിരിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.